എറണാകുളം ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി LC ജോർജിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചാൽ ഇടപെടാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. വിഷയം തെരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിൽ ഉന്നയിക്കാമെന്നും കോടതി വ്യക്തമാക്കി. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെയാണ് LC ഹൈക്കോടതിയെ സമീപിച്ചത്. അഹമ്മദ് മുസ്തബയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. മുസ്തബ, ഇത് നേരത്തെ പ്രതീക്ഷിച്ചതായിരിക്കുമല്ലോ, കാരണം സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ആയ ശേഷം കോടതിയെ സമീപിച്ചാൽ എങ്ങനെയാണ് കോടതിക്ക് ഇടപെടാൻ സാധിക്കുക? നൗഫൽ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇന്നലെ തന്നെ 5 ഹർജികൾ ഹൈക്കോടതി സമാനമായ വിഷയം ചൂണ്ടിക്കാണിച്ച് തള്ളുകയും ചെയ്തിരുന്നു. LCയുടെ വിഷയം പക്ഷേ ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി LC ഹൈക്കോടതിയിൽ ഉന്നയിച്ച ഹർജിയിലുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ 3 സെറ്റ് പത്രികകൾ ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ ഉള്ളതായി അവർ ചൂണ്ടിക്കാണിച്ചില്ല. അത് അംഗീകരിക്കുന്നത് ഉൾപ്പെടെ ശരിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പക്ഷേ സംശയം തോന്നി ജില്ലാ കളക്ടറേറ്റ് സമീപിച്ചപ്പോഴാണ് അവർ ഈ പിഴവ് ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങൾക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആവർത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ട സംശയം റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ ഉന്നയിച്ചത്. അദ്ദേഹത്തിന് പോലും ആ വിഷയത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്നത് ഉൾപ്പെടെയുള്ള പിഴവുകൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടാൻ സമ്മതിച്ചിട്ടില്ല. കാര്യം കോടതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അത്തരമുള്ള ഉത്തരവ് പ്രകാരം ഇലക്ഷൻ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഹൈക്കോടതികൾക്ക് അല്ലെങ്കിൽ സമാനമായ ഇത്തരം കോടതികൾക്ക് അതിനകത്ത് ഇടപെടാനുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട സമയത്ത് ഉചിതമായ ട്രിബ്യൂണലിൽ ഈ വിഷയം, അതായത് ഇലക്ഷൻ ട്രിബ്യൂണലിൽ ഉന്നയിക്കാമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ UDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാര്യം കടമക്കുടി ഡിവിഷനിൽ നിന്ന് നിലവിലുള്ള എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷ കൂടിയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള LC ജോർജ് വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. UDF തന്നെ അവിടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്നതുൾപ്പെടെയുള്ള വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ 3 സെറ്റ് പത്രിക നൽകി ആ പത്രികയിൽ ഒപ്പിട്ടിട്ടുള്ളത്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ പത്രിക തള്ളാൻ തന്നെ കാരണം ഈ പത്രികയിൽ നാമനിർദ്ദേശം നടത്തിയ ആൾ ആ ഡിവിഷനിൽപ്പെട്ട ആളല്ല എന്നതുൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നം, അല്ലെങ്കിൽ അത് നിയമപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു ചട്ടം കൂടിയാണ്, അത് പാലിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യമാണ്. കോടതി അത് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. മത്സരിക്കാൻ പോകുന്ന ആൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് സംബന്ധിച്ചൊരു ധാരണ വേണ്ടതെന്നതുൾപ്പെടെയുള്ള വരികൾക്കിടയിൽ കോടതി ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല കോടതി ഈ വിഷയത്തിൽ കൂടുതൽ കമന്റ് പറയുന്നില്ല എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. LC ജോർജിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കടമക്കുടി ഡിവിഷനിൽ നിന്ന് UDF തന്നെ തെരഞ്ഞെടുക്കപ്പെടുമെന്ന വലിയ തുടരാം. ഞാൻ